ഹായ് ഫ്രണ്ട്സ്, ഞാൻ അഖിൽ സുരേഷ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് മാത്തമാറ്റിക്സിൻ്റെ എളുപ്പവഴികളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് വീണ്ടും നമ്മൾ കുറച്ച് സിംപ്ലിഫിക്കേഷൻ ട്രിക്സ് ആണ് പഠിക്കുന്നത്. നമ്മൾ ആൾറെഡി ഇപ്പോൾ ഒരു 38 വീഡിയോസ് ഇട്ട് കഴിഞ്ഞു. ഇത് നമ്മുടെ 39th വീഡിയോ ആണ്. നോക്കാം നമുക്ക് എങ്ങനെയാണ് ഒരു ക്വസ്റ്റ്യൻ, ഒരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ, കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ആദ്യം തരുന്നത്. എന്തെങ്കിലും ഒരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ തന്നാൽ അതെങ്ങനെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നോക്കാം. ഇന്ന് മുതൽ നമ്മൾ അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത് ഒരു പുതിയ മെത്തേഡാണ്, ലാസ്റ്റ് ഡിജിറ്റ് മെത്തേഡ്. അതായത് സിംപ്ലിഫിക്കേഷൻ ചെയ്യാനുള്ള ഒരു ട്രിക്ക്. അതെന്താണെന്ന് ഞാൻ പറയാം. അതിനേക്കാൾ മുമ്പായിട്ടൊരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് എപ്പോഴെങ്കിലും മാത്തമാറ്റിക്സിൻ്റെ സിംപ്ലിഫിക്കേഷൻ മാത്രമല്ല, അപ്രോക്സിമേഷൻ ഒഴിച്ച് ബാക്കി ഏത് ടോപ്പിക്കും, അത് നമ്മുടെ വൺ വേർഡ് ക്വസ്റ്റ്യൻ ആയാലും ഗ്രാഫ് ക്വസ്റ്റ്യൻ ആയാലും വേറെ ഏത് ക്വസ്റ്റ്യൻ ആയാലും, നമുക്ക് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നിട്ട് ഒരു 5 ഓപ്ഷൻ ഉണ്ടാവും. നമ്മൾ ആരും ഒരു ക്വസ്റ്റ്യൻ്റെയും ആൻസർ തേടി പോകരുത്, അതിൻ്റെ ആൻസർ ഓപ്ഷൻ തേടി മാത്രമേ പോകാവൂ. ഈ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡ് വെച്ചേക്കണം. ഏത് ക്വസ്റ്റ്യൻ തന്നാലും അതിൻ്റെ ആൻസർ നമ്മൾ കണ്ടുപിടിക്കാൻ പോകരുത്. നമ്മുടെ എല്ലാവരുടെയും ശീലം അതാണ്. ഏതെങ്കിലും ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യൻ നമുക്ക് സോൾവ് ചെയ്യണം, ആൻസർ കണ്ടുപിടിക്കും. ആ ആൻസർ ഓപ്ഷനിലുണ്ടെങ്കിൽ സന്തോഷം, നമ്മളത് കുത്തുന്നു. ഇതാണ് നമ്മുടെ ഒരു സ്ഥിരം പരിപാടി. പക്ഷേ അതല്ല, നമുക്ക് ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും നമ്മൾ അതിൻ്റെ ആൻസർ തേടി പോവുകയേ ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ഓപ്ഷൻ മാത്രം. ഓപ്ഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഈ നമ്പേഴ്സ് അല്ല, ഈ ഓപ്ഷൻസ് ABCDE എന്തായാലും ഈ 5-ൽ 1 ആയിരിക്കും ആൻസർ. അതിൽ A ആണോ B ആണോ C ആണോ D ആണോ എന്ന് മാത്രം തപ്പിപ്പോവുക. അല്ലാതെ അതിൻ്റെ ആൻസർ, പക്ക ആൻസർ എന്താണെന്ന് നോക്കി പോവുകയേ ചെയ്യേണ്ട. നമുക്ക് ഈ ആൻസർ എന്താണെന്ന് അറിയേ വേണ്ട. നമുക്ക് എന്ത് മാത്രം അറിഞ്ഞാൽ മതി? ഇതിൻ്റെ ഓപ്ഷൻ എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ഇനി നമ്മൾ ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഇതുപോലുള്ള എളുപ്പ വഴികൾ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അത് ഓർത്തിരുന്നാൽ നമുക്ക് ഈസി ആയിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ ഏത് വലിയ സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആയിരിക്കും ഇനിയുള്ള വീഡിയോസിൽ ഞാൻ ഇടുന്നത്. അത് പല മെത്തേഡ്സ് ഉണ്ട്. അതിലെ ഒരു മെത്തേഡാണ് ലാസ്റ്റ് ഡിജിറ്റ് മെത്തേഡ്. ഞാൻ ആ മെത്തേഡാണ് ഇന്നിവിടെ കുറച്ച് വീഡിയോസ് ഇടുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കി വെച്ചേക്കേണ്ട ഒരു കാര്യം, ഏതൊരു ക്വസ്റ്റ്യൻ, സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, ഗ്രാഫ് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, എന്ത് ക്വസ്റ്റ്യൻ ആയിക്കോട്ടെ, മാത്തമാറ്റിക്സിൻ്റെ അപ്രോക്സിമേഷൻ ഒഴിച്ച് വേറെ എന്തും, അപ്രോക്സിമേഷൻ ആയാലും അത് വേറെ മെത്തേഡാണ്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്ത് പറയാത്തത്. ഏത് ക്വസ്റ്റ്യൻ ആയാലും നമ്മൾ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി പോകരുത്. നമ്മൾ എന്തിനു വേണ്ടി പോകണം? അതിൻ്റെ ഓപ്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോകണം. അതെങ്ങനെയാണ് ഈ ഓപ്ഷൻ കണ്ടുപിടിക്കേണ്ടതെന്നുള്ളൊരു കാര്യം, അതിൽ ഒരു ട്രിക്കാണ് ഞാനിവിടെ പറയുന്നത്, ലാസ്റ്റ് ഡിജിറ്റ് മെത്തേഡ്. നമുക്ക് നോക്കാം ക്വസ്റ്റ്യൻ ഇവിടെ എന്തായിരുന്നു. ഒരു 28² - 541 പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് 10648 is equal to ക്വസ്റ്റ്യൻ മാർക്ക്. ഇങ്ങനെയാണ് നമുക്ക് എക്സാമിന് കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ. അതിന് 5 ഓപ്ഷനും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഉണ്ടാവും എപ്പോഴും. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാതെ എങ്ങനെ ഇതിലെ ഓപ്ഷൻ ടിക്ക് ചെയ്യാൻ പറ്റും? അത് നമുക്കെല്ലാവർക്കും ഒരുപാടധികം ആൾക്കാർക്ക് അറിയാവുന്നൊരു മെത്തേഡാണ് ലാസ്റ്റ് ഡിജിറ്റ് മെത്തേഡ്. എന്താണ് ലാസ്റ്റ് ഡിജിറ്റ് മെത്തേഡ്? അത് നോക്കാം നമുക്ക് എന്താണെന്ന്. അതായത് ഈ എല്ലാ നമ്പേഴ്സിൻ്റെയും ലാസ്റ്റ് ഡിജിറ്റിൻ്റെ ഈ കാൽക്കുലേഷൻ ചെയ്താൽ ഇതിൽ ഏതെങ്കിലും ഒരു ലാസ്റ്റ് ഡിജിറ്റ് കിട്ടണം. അതാണ് ലാസ്റ്റ് ഡിജിറ്റ് ടെക്നിക്ക്. ഇനി നമുക്ക് നോക്കണം ആദ്യം ഇവിടുത്തെ ആൻസർ. എപ്പോഴും നമ്മളിനി നോക്കേണ്ടതാണ്, ക്വസ്റ്റ്യനേക്കാൾ ആദ്യം നമ്മൾ നോക്കേണ്ടത് ക്വസ്റ്റ്യൻ്റെ ഓപ്ഷനുകളാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുന്നതിനേക്കാൾ മുമ്പ് നമ്മളിനി എന്ത് നോക്കി ശീലിക്കണം? അതിൻ്റെ ഓപ്ഷൻ നോക്കി ശീലിക്കണം. ഓപ്ഷൻ നോക്കുന്നത് ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്, 1 ആണ്, 8 ആണ്, 6 ആണ്, 2 ആണ്. ലാസ്റ്റ് ഡിജിറ്റ് എല്ലാം സെപ്പറേറ്റ് നമ്പേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഇതിൽ ഏതെങ്കിലും ഒരു ലാസ്റ്റ് ഡിജിറ്റ് ആയിരിക്കും ആൻസർ എന്ന് മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഈ മുഴുവൻ നമ്പർ കണ്ടുപിടിക്കേണ്ട, ഈ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പം നമ്മൾ എങ്ങനെയാണ് ആ ലാസ്റ്റ് ഡിജിറ്റ് കണ്ടുപിടിക്കുന്നത് നോക്കാം. നമ്മുടെ സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഞാൻ കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പക്കയായിട്ട് സോൾവ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറഞ്ഞു തന്നിരുന്നത്. പക്ഷേ ഇനി മുതൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്നും സോൾവ് ചെയ്യില്ല. അത് സോൾവ് ചെയ്യാതെ എങ്ങനെ ആൻസർ കണ്ടുപിടിക്കുന്നത് നോക്കാം. നമുക്ക് നോക്കാം. ആദ്യം ഒരു 28ന്റെ സ്ക്വയർ ആയിരുന്നു. 28ന്റെ സ്ക്വയർ നമുക്ക് പലർക്കും അറിയത്തില്ലായിരിക്കാം. പക്ഷേ ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? ഒരു 8 അല്ലേ? 8ന്റെ സ്ക്വയർ നമുക്കറിയാം. 8ന്റെ സ്ക്വയർ എത്രയാ? 64. അപ്പോൾ 28ന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? ഒരു 4 ആയിരിക്കും. അതായത് 8ന്റെ സ്ക്വയർ ലാസ്റ്റ് ഡിജിറ്റ് 4 ആയിരിക്കും. 18ന്റെ സ്ക്വയർ 324, ലാസ്റ്റ് ഡിജിറ്റ് 4 ആയിരിക്കും. 28ന്റെ സ്ക്വയർ എത്രയായിരുന്നു? 784. അവിടെ എന്താണ് ലാസ്റ്റ് ഡിജിറ്റ്? 4 ആയിരിക്കും. അപ്പോൾ എന്തെടുത്താലും ലാസ്റ്റ് ഡിജിറ്റ് 8 ആണെങ്കിൽ അതിൻ്റെ സ്ക്വയർ എടുത്താൽ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും കിട്ടുന്നത്? ലാസ്റ്റ് ഡിജിറ്റ് 4 ആയിരിക്കും കിട്ടുന്നത്. നമുക്ക് ലെഫ്റ്റ് സൈഡ് എന്താണെന്നുള്ള കാര്യം നമ്മൾ മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ ആ ലാസ്റ്റ് ഡിജിറ്റ് മാത്രമേ എടുക്കുന്നുള്ളൂ ഇനി. കാരണം നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് മാത്രം കണ്ടുപിടിച്ചാൽ മതി. കാരണം ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? ഡിഫറെൻ്റ് ആണ്. അത് നമുക്ക് ഒരു ഡിജിറ്റ് കിട്ടിയാൽ മതി. അപ്പോൾ നമുക്ക് ആൻസറായി. അപ്പോൾ അത്ര എളുപ്പമാണ് ക്വസ്റ്റ്യൻ നോക്കുക. നമ്മൾ ജസ്റ്റ് 8ന്റെ സ്ക്വയർ എടുക്കുന്നു, ലാസ്റ്റ് ഡിജിറ്റ് 4 കിട്ടുന്നു. ആ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം മതി, 64 പോലും വേണ്ട. പ്ലസ് അല്ല, ഇവിടെ മൈനസ് അല്ലേ? മൈനസ്. ഇനി ഒരു 541 ഉണ്ട്. അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരുന്നു? ഒരു 1 അല്ലേ ഇവിടെ ലാസ്റ്റ് ഡിജിറ്റ്? ആ 1 മാത്രം എടുക്കുന്നു. ഇനി ഒരു പ്ലസ് ക്യൂബ് റൂട്ട് ഓഫ് 10648. നമുക്കതറിയില്ലല്ലോ 10648. പക്ഷെ നമുക്ക് ഒരു ട്രിക്ക് അറിയാം. ക്യൂബ് റൂട്ട് എടുക്കുകയാണെങ്കിൽ 8ന്റെ ലാസ്റ്റ് ഡിജിറ്റ് 8 ആണെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും വരുന്നത്? 8 വന്നാൽ 2 വരും, 2 വന്നാൽ 8 വരും.
അപ്പം 8 ആണ് വരുന്നതെങ്കിൽ ലാസ്റ്റ് ഡിജിറ്റ് 8 വരുന്ന ഏത് നമ്പറിൻ്റെയും ക്യൂബ് റൂട്ട് ലാസ്റ്റ് എന്തായിരിക്കും വരുന്നത്? ഒരു ലാസ്റ്റ് ഡിജിറ്റ് 2 ആയിരിക്കും വരുന്നത്. ലാസ്റ്റ് ഡിജിറ്റ് ആണ് ഞാൻ ഇങ്ങനെ വരയിടുന്നത്. നിങ്ങൾ ഈ വരയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ലാസ്റ്റ് ഒരു ഡിജിറ്റ് മാത്രമേ ഞാനിവിടെ എഴുതുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും ഇതൊരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതിന്റെ ലാസ്റ്റ് ഡിജിറ്റ് എന്തായിരിക്കും? പക്കയായിട്ട് ഈ നമ്പർ സോൾവ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഈ വലിയൊരു ക്വസ്റ്റ്യൻ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഈ ഒരു സിംഗിൾ ഡിജിറ്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാം. നോക്കാം എത്ര കിട്ടുമെന്ന്. ഒരു ലാസ്റ്റ് ഡിജിറ്റ് 4 മൈനസ് ലാസ്റ്റ് ഡിജിറ്റ് 1 എത്ര കിട്ടും? 4 മൈനസ് 1 പ്ലസ് 2. 4 മൈനസ് 1 3 കിട്ടും. 3 പ്ലസ് 2 5 കിട്ടും. നമുക്ക് ലാസ്റ്റ് ഡിജിറ്റ് 5 കിട്ടും. ലാസ്റ്റ് ഡിജിറ്റ് 5 ഉള്ള ഓപ്ഷൻ എവിടെയുണ്ടോ അതായിരിക്കും നമ്മുടെ ആൻസർ. നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റ് 5 ഉള്ള ഓപ്ഷൻ ഏതാണുള്ളത്? ഓപ്ഷൻ എ ആണ്. നമ്മൾ ആൻസർ കണ്ടുപിടിക്കുന്നില്ല, നമ്മൾ ആൻസർ തേടി പോകുന്നില്ല, നമ്മൾ ഓപ്ഷൻ ഏതാണെന്ന് തേടി പോകുന്നു. നമ്മൾ ഓപ്ഷൻ മാത്രമേ നോക്കുന്നുള്ളൂ. ലാസ്റ്റ് ഡിജിറ്റ് 5 ഉള്ള ഓപ്ഷൻ ആരേ ഉള്ളൂ? ഓപ്ഷൻ എ ഉള്ളൂ. ഉറപ്പായിട്ടും എൻ്റെ ആൻസർ എന്തായിരിക്കണം? 265 തന്നെ ആയിരിക്കണം. കാരണം ലാസ്റ്റ് ഡിജിറ്റ് 5 ഉള്ള വേറെ ഓപ്ഷനുകളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡ് ഓർത്ത് വെച്ചേക്കാം. അപ്പം കുറച്ചവർക്ക് ഡൗട്ട് ഉണ്ട്, ഇവിടെ 265 ഉണ്ട്, 255 ഉണ്ട്, 275 ഉണ്ട്. ലാസ്റ്റ് ഡിജിറ്റ് 5 വേറെ വേറെ വന്നാലോ? കാരണം നമുക്കിങ്ങനെ വെടിവെക്കാൻ പാകത്തിന് ആരും ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് തരില്ലല്ലോ എക്സാം ഇടുന്നവർ. അപ്പം അങ്ങനെ ഒന്നിൽ കൂടുതൽ ഓപ്ഷനിൽ ലാസ്റ്റ് ഡിജിറ്റ് സെയിം ആയാൽ എന്ത് ചെയ്യും? അതൊരു ക്വസ്റ്റ്യൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അതിന് വേറൊരു മെത്തേഡ് ഉണ്ട്, ഡിജിറ്റൽ റൂട്ട്. അത് ഞാൻ പിന്നീട് ഒരു ക്ലാസ്സിൽ ഉറപ്പായിട്ടും പറഞ്ഞു തരും. തക്കാലം നമ്മൾ രണ്ടുകൂടെ മിക്സ് ചെയ്താൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്നുള്ളതുകൊണ്ടാണ് തക്കാലം നമ്മൾ എന്ത് ചെയ്യുക, ഇന്നൊരു ദിവസം ഈ ലാസ്റ്റ് ഡിജിറ്റിന്റെ മെത്തേഡ് മാത്രം. ഉറപ്പായിട്ടും ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ ഞാൻ ഡിജിറ്റൽ റൂട്ടിൽ ഈ ഓപ്ഷൻ ലാസ്റ്റ് ഡിജിറ്റ് മാറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ വാച്ച് ചെയ്താൽ മതി. ഞാൻ വീണ്ടും ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ വരും. എങ്ങനെ വേണേലും ഏതൊരു ക്വസ്റ്റ്യൻ കിട്ടിയാലും നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കരുത്. അത് ചെയ്യാണ്ട് കിട്ടും. ആ മെത്തേഡ് എന്താണെന്ന് എവിടെയെങ്കിലും പോയി കണ്ടുപിടിക്കുക, ആ മെത്തേഡ് മാത്രം പഠിക്കുക, ആ മെത്തേഡിൽ സോൾവ് ചെയ്ത് ശീലിക്കുക. അങ്ങനെ ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്തിക്കുക. ഒരു ക്വസ്റ്റ്യനും സിംപ്ലിഫിക്കേഷൻ ആയിക്കോട്ടെ ഏത് ക്വസ്റ്റ്യൻ ആയാലും നമ്മൾ എന്ത് ചെയ്യുക, പഠിപ്പിക്കുമ്പോൾ നമ്മളെല്ലാം പഠിപ്പിക്കും ചെയ്യുന്ന മെത്തേഡ്. പക്ഷെ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, ഈ ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്താൽ ശീലിക്കുകയും ചെയ്യരുത്. അതൊന്നും ചെയ്യാണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആൻസർ എത്തിക്കുന്ന മെത്തേഡ് ഉണ്ട്. ആ എളുപ്പവഴി, ആ ട്രിക്ക് വെച്ച് മാത്രം ആൻസറിലേക്ക് എത്തിക്കുക. ഇവിടെ ഒന്നും കൂടി ഞാൻ പറയാം എന്താണ് ഈ മെത്തേഡെന്ന്. ഒരു തവണ കൂടി നമുക്ക് എന്താണോ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന നമ്പേഴ്സ് അതിൻ്റെ ജസ്റ്റ് ലാസ്റ്റ് ഡിജിറ്റുകൾ മാത്രം നോക്കുക. ആ ലാസ്റ്റ് ഡിജിറ്റിനെ മാത്രം നമുക്ക് ചെയ്യാനുള്ള കാൽക്കുലേഷൻ ചെയ്യാം. നമുക്കിവിടെ ഒരു 4 ഡിജിറ്റ് ആയിക്കോട്ടെ, 5 ഡിജിറ്റ് ആയിക്കോട്ടെ, എത്ര മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ എന്തായിക്കോട്ടെ, നമ്മൾ എന്ത് ചെയ്താൽ മതി, ആ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം കാൽക്കുലേഷൻ ചെയ്യുക. അതിൻ്റെ ആൻസർ ഓപ്ഷനിൽ എവിടെയാണോ ഉള്ളത് അത് കണ്ടെത്തുക. അത്രയും ഈസിയാണ്. നിങ്ങൾ ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇതൊരു സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഉറപ്പായിട്ടും LHS RHS ആയിരിക്കും, അതായേ മതിയാകൂ. അതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മൾ ഈ ഒരു സിംഗിൾ ഡിജിറ്റ് കാൽക്കുലേറ്റ് ചെയ്താലും നമ്മുടെ ആൻസർ ഓപ്ഷൻ്റെ സിംഗിൾ ഡിജിറ്റ് ലാസ്റ്റ് ഡിജിറ്റ് അത് സെയിം ആയി വരുന്നേ മതിയാകൂ. അതുകൊണ്ട് നമുക്ക് ആ ഒരു ആൻസർ ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ വെച്ചേക്കുക. ഇങ്ങനെ ലാസ്റ്റ് ഡിജിറ്റ് മെത്തേഡ് വെച്ച് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കണ്ടെത്താൻ പറ്റും. പക്ഷേ ഇതിനകത്ത് ഞാൻ ഒരു കാര്യം കൂടി അഡീഷണൽ പറയട്ടെ. നമ്മൾ ഒരിക്കലും ഈ ഒരു മെത്തേഡ് അപ്രോക്സിമേഷൻ ചെയ്യരുത്. അപ്രോക്സിമേഷൻ വെച്ചാൽ എന്താ, ഈ കറക്റ്റ് ആയിട്ടല്ലല്ലോ നമ്മൾ അപ്രോക്സിമേറ്റ് നമ്പർ എടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും LHS വാല്യൂ ഈസ് നോട്ട് ഈക്വൽ ടു എന്തായിരിക്കും, RHS വാല്യൂ ആയിരിക്കും. എപ്പോഴാണ് കിട്ടുന്നത്, അപ്രോക്സിമേറ്റ് ചെയ്താണ് നമ്മൾ ആൻസറിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് അപ്രോക്സിമേഷൻ ക്വസ്റ്റനിൽ ഈ മെത്തേഡൊന്നും, ഈ ലാസ്റ്റ് ഡിജിറ്റോ ഡിജിറ്റൽ റൂട്ടോ മെത്തേഡ് ഒന്നും ഉപയോഗിക്കരുത്. ഈ മെത്തേഡ് എവിടെ ഉപയോഗിക്കാവൂ, സിംപ്ലിഫിക്കേഷൻ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ അല്ലാതെ പക്കയായിട്ട് ആൻസർ കിട്ടുന്ന മെത്തേഡിൽ അങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊക്കെ നന്നായിട്ട് പഠിച്ചിരിക്കണം. എന്താണ് ഇവിടെ നടക്കുന്നതെന്നൊരു കാര്യം മനസ്സിൽ വെച്ച് തന്നെ പഠിക്കണം. അതുകൊണ്ട് ഞാൻ 1-2 ക്വസ്റ്റ്യനോടെ ഞാൻ നിങ്ങൾക്ക് ഇട്ട് തരാം. ഈ ഒരു മെത്തേഡ് നിങ്ങൾ പക്കയായിട്ട് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യനായിട്ട് നമുക്ക് വീണ്ടും വരാം. ബൈ.